الحمد لله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. وصل وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين. ها عبد بابك راج نظرة منكم تكفيه تربية يا محي الدين. فانظر عبيدك من طرف إذا نظرت ميتا فقد تريه محي الدين. يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരുമാറാവട്ടെ. സമയങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തൽ വിനിയോഗിക്കാൻ ഇഹപരം വിജയിച്ചവരെ കൂട്ടത്തിൽ നമ്മളെയും കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. തികച്ചും അപ്രതീക്ഷിതമായ രൂപത്തിലാണ് ഈ ഒരു വേദി പങ്കിടുന്നത്. കേരളത്തിലെ അത്യുന്നതന്മാരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രത്യേകിച്ച് നാം കാത്തുകൊണ്ടിരിക്കുന്ന കുറ്റമ്പാറ ദാരിമേക്ക് ഉസ്താദൊക്കെ ഉള്ള ഒരു സ്റ്റേജിൽ പ്രസംഗം ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല. എങ്കിലും മഹാനവറുകളൊക്കെ വരുന്നത് വരെ വേദി ശൂന്യമാക്കണ്ട എന്നുള്ള നിലക്ക് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കി തരുമാറാവട്ടെ. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹത്തായ പ്രസ്താവന ഏറെക്കുറെ എല്ലാവർക്കും ഹിഫ്ളുള്ളതും അത് സംബന്ധമായി ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടവരും പറഞ്ഞവരുമായ ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളുമാണ് വേദിയിലുള്ളത്. അഭിവന്ദനായ ഖലീൽ തങ്ങൾ ഒരു മഹത്തായ സത്യം നമ്മുടെ സദസ്സിൽ വെച്ച് അറിയിച്ചു. ഈ സമൂഹത്തിന്റെ സമുദായത്തിന്റെ നേതൃത്വം അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചത് അമ്പിയാക്കളിലാണ്. അൻബിയാക്കന്മാരുടെ അനന്തരാവകാശികളായി നാം സാധാരണ പറയാറുള്ള ഉലമാക്കൾ, ആ ഉലമാക്കളുടെ കൂട്ടത്തിൽ ഹബീബ് ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയാണ്. അക്ഷരാർത്ഥത്തിൽ അതിന്റെ അവകാശികൾ എന്ന് ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് നമുക്ക് വിവരിച്ചു. അഥവാ ഈ സമൂഹത്തിന്റെ, ഈ സമുദായത്തിന്റെ ആധ്യാത്മിക നേതൃത്വം സ്വമേധയാ വഹിക്കേണ്ടവരാണ്. അതല്ലെങ്കിൽ അവർ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ് സാദാത്തുമാർ, തങ്ങന്മാർ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെക്കാൾ ഒരു പടി എല്ലാ അർത്ഥത്തിലും മുൻപേ മതപരമായി സഞ്ചരിക്കേണ്ടവരാണ് നമ്മുടെ തങ്ങന്മാർ. തങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ആർക്കെങ്കിലും അത്യുന്നതമായ ഏറ്റവും വലിയ ഒരു പദവി ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഉന്നതമായ ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവനെ അല്ലാഹു തആല ഒരു മതപണ്ഡിതനാക്കും എന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാജ്യത്തിന്റെ ഭരണകർത്താവാക്കുമെന്നോ വലിയ ധർമ്മിഷ്ഠനാക്കുമെന്നോ അമ്പരച്ചുംബികളായ വലിയ വലിയ സ്ഥാപനങ്ങൾ എടുക്കുമെന്നോ അതല്ലെങ്കിൽ വലിയ ഒരു രാഷ്ട്രീയ നേതാവാക്കുമെന്നോ പ്രാസംഗികനാക്കുമെന്നോ എഴുത്തുകാരനാക്കുമോ ഒന്നുമല്ല പറഞ്ഞത്. യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ആരെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ഉലമാക്കളിലേക്ക് ആരാണോ നല്ല പണ്ഡിതൻ അവൻ അല്ലാഹു തആല അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തിരിച്ചു മനസ്സിലാക്കാം. കാരണം
അല്ലാഹു തആല ഏറ്റവും കൂടുതൽ മയ്യുരിദില്ലാഹു ബി ഖൈർ, അങ്ങേയറ്റത്തെ ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ അല്ലാഹു തആല പണ്ഡിതനാക്കുമെന്ന് പറയുമ്പോൾ ആരെയാണ് അല്ലാഹു തആല പണ്ഡിതാക്കിയത്? അവരെ കൊണ്ട് അല്ലാഹു തആല ഉന്നതമായ ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും കണ്ട നാടാണ് നമ്മുടെ കേരളം, വിശേഷ മലബാർ. ആ മലബാറിൽ ഒരു ഉന്നതനായ പണ്ഡിതനാണ് നാം ഇന്ന് സ്മരിക്കപ്പെടുന്ന 33ാം വാർഷികം ആണ്ടായി നാം ഒരുമിച്ച് കൂടിയ നമ്മുടെ നാട്ടിന്റെ 18 വർഷത്തോളം ഉലമാക്കളുള്ള അന്നും വലിയ വലിയ ഉലമാക്കളുള്ള ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമ, താജുൽ ഉലമാനെ പോലെയുള്ള കിടയിട്ട ആലിമീങ്ങൾ ഈ രാജ്യത്ത് നാത്രത്ന സമൂഹത്തിന്റെ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന കാലത്ത് യാതൊരുവിധ കംപ്ലൈന്റുകൾക്കോ അതല്ലെങ്കിൽ തിരുത്തലുകൾക്കോ വിഷം വിതറാവാതെ 17-18 വർഷക്കാലത്തോളം പണ്ഡിതോചിതമായ നേതൃത്വം നൽകിയ ഖാദിയാണ് ബഹുമാനപ്പെട്ട നാം സ്മരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഹൈദുറുസങ്ങളുടെയും സഹോദരന്മാരുടെയൊക്കെ പിതാവ്, എന്റെ ജ്യേഷ്ഠൻ ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫയുടെ മോശം. 17 വർഷക്കാലം മഹാനവരുകൾ നമ്മുടെ നാട്ടിന്റെ ഖാദിയായി സേവനമേച്ചു, ദീനിന് വേണ്ടി സേവനമേച്ചു. ഈ 17 വർഷക്കാലത്തിന്റെ ഇടയിൽ അന്ന് ആലിമീങ്ങളുടെ നമ്മുടെ മലബാറിൽ നിരവധി മസ്അല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ മസ്അല പ്രശ്നങ്ങളൊക്കെ അന്ന് സമീപിക്കാറുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദിയാർ, ബഹുമാനപ്പെട്ട സ്മരിക്കപ്പെടുന്ന ഹൈദുറുസിന്റെയും സഹോദരന്മാരുടെ ഒക്കെ ബാപ്പയാണ്. ഞാൻ പല വിഷയങ്ങൾക്കും സാക്ഷിയായതുമാണ്. ഏതെങ്കിലും വിഷയങ്ങൾക്ക് മൂപ്പരെ സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, പിന്നീട് വാന്ന് പറയും. അങ്ങനെ ചിന്തിക്കാൻ ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ അവിടെ വെച്ച് തന്നെ വേണ്ടതുപോലെ വിശാലമായി വിസ്തൃതമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഞാൻ നന്നായി പരിചയപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണെങ്കിലും മൂപ്പരുമായി ഒരല്പം ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും വളരെ ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ടായിരുന്നു പല പ്രശ്നങ്ങളും ചോദിച്ച് പഠിക്കുന്നതിൽ വളരെ താല്പര്യനായ, പറഞ്ഞു തരുന്നതിൽ അതിനേക്കാളും ഇഷ്ടമായിരുന്നു. പല പ്രസംഗങ്ങളിൽ കേട്ട പല വിഷയങ്ങളും പോയി ചോദിച്ചാൽ അത് തിരുത്തി ത്വഫയുടെ ഇന്ന ഭാഗത്തുണ്ട്, ഫത്ഹുൽ അന്ന ഭാഗത്തുണ്ട്, അത് ഇന്നാലിന്റെ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തപ്പോൾ ഇതിന്റെ മറുപടി ഇന്നാണെന്നൊക്കെ ഓർമ്മയിൽ നന്നായി പറയുന്ന ഒരു മഹാപണ്ഡിതനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഖാദി. അല്ലാഹു തആല അവർക്ക് നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. പക്ഷേ അദ്ദേഹത്തെയൊക്കെ സ്മരിക്കപ്പെടാനുള്ള കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് പറഞ്ഞതുപോലെ അവരുടെ പണത്തിന്റെ സമ്പത്തല്ല, ഉജ്ജ്വലമായ പ്രഭാഷകനായതുകൊണ്ടല്ല, എഴുത്തുകാരനായതുകൊണ്ടല്ല, മറിച്ച് ഉജ്ജ്വലനായ ഒരു പണ്ഡിതനാണ്, ഒരാലിമാണ്. ആ ആലിമ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അദ്ദേഹം ഉന്നതമായ ആലിമീങ്ങളിൽ നിന്ന് പഠിച്ച ആ പരിശുദ്ധമായ ദീന് അർത്ഥസംഖ്യക്കിടവില്ലാതെ ആരുടെ മുമ്പിലും പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ഓർത്തുപോവുകയാണ്, തങ്ങളെ പള്ളി ജുമാ തുടങ്ങാൻ വേണ്ടിയിട്ട് തങ്ങളെ പള്ളിക്കാർ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട എന്റെ അളാപ്പ കൂടിയായ ഒന്നിനായ ഖാദി അതിനാദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ജുമാ ഇന്നത്തെ പോലെയല്ല, വളരെ കർക്കശമായ രൂപത്തിലായിരുന്നു ആലിമ്യങ്ങൾ ജുമാക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മൊഹീദ്ദീൻ പള്ളി കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ജുമാ മസ്ജിദാണ്. ഒളിയങ്കര പള്ളിയും ജുമാ വന്നിട്ടുണ്ടായിരുന്നില്ല. തങ്ങളെ പള്ളി ജുമാക്ക് വേണ്ടി ആവർത്തിച്ച സന്ദർഭത്തിലും മഹാനവരുകൾ പറഞ്ഞത്, നിങ്ങൾ മറ്റു വല്ല പണ്ഡിതന്മാരടുത്തേക്ക് പോകുക, അവരോട് സമ്മതം വാങ്ങുക, അവര് ജുമാ നിർത്തട്ടെ, ഞാനും അതിൽ സഹകരിക്കാമെന്നാണ്. എന്നെ പോലുള്ളവരാണെങ്കിൽ ദുരഭിമാനമോർത്തത് പറയാൻ തയ്യാറാവൂല. അങ്ങനെ അന്ന് എന്റെ എളാപ്പയായ ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങൾ, അവിഭക്ത സമസ്തയുടെ ഉപാധ്യക്ഷൻ കൂടായ മുത്തുക്കോയത്തങ്ങള്, അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഇളയാളാപ്പ ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയത്തങ്ങള് അവരെ സമീപിക്കുകയും അവർ വിശാലമായി ചർച്ച ചെയ്യുകയും അങ്ങനെ ജുമാ നടത്തുന്നതിന് വേണ്ടി അടുത്ത് മരിച്ച സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി കൂടിയായ മുഹമ്മദ് കോയത്തങ്ങൾ വരികയും ആ മുഹമ്മദ് കോയത്തങ്ങൾ വന്ന ജുമായിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി സംബന്ധിക്കുകയും ചെയ്തു. ഞാൻ നിർത്താത്ത ജുമയിൽ ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടില്ല, മറിച്ച്
സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു വിഷയമാണ് ജുമാ നിർത്തുക എന്ന് പറഞ്ഞാൽ. അതിൽ വലിയ വലിയ പണ്ഡിതന്മാർ വരട്ടെ. സത്യത്തിൽ എളാപ്പയെക്കാളും എത്രയോ പ്രായം കൊണ്ട് താഴെയാണ് മുഹമ്മദ് എളാപ്പ. ഖാലിയായ നമ്മുടെ ഹൈദറൂസിന്റെ ബാപ്പയെക്കാളും പ്രായം കൊണ്ട് എത്രയോ താഴെയാണെങ്കിലും ജുമാ നിർത്തുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതായതുകൊണ്ട് അത് നിങ്ങൾ ആലിമീങ്ങളെ കൊണ്ട് വന്ന് നിർത്തുക എന്ന്. അതിനു മുമ്പുണ്ടായ ഒരു വെള്ളിയാഴ്ച മാട്ടൂർ സുഹൃത്ത് മൊഹിദ്ദീൻ പള്ളിയിൽ ഒരുപാട് ചെറുപ്പക്കാർ മഹാനോട് പ്രശ്നത്തിൽ ഞാൻ ഇന്നും അത് കണ്ണുകൊണ്ട് കാണുകയാണ്. ഒരു വാഗ്വാദം പോലെ, ഒരു സംവാദം പോലെ നിരവധി അനവധി ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട ഖാദിയാരോട് ചോദിക്കാം. എല്ലാത്തിനും മറുപടി പറയുന്നു. മഹാനവറുകൾ ക്ഷീണിക്കുന്നു. അന്ന് ഷുഗറിന്റെ രോഗമുണ്ടോ എന്നറിയില്ല. അവിടെ ആ പടിമേൽ ഇരിക്കുകയാണ്. എന്നിട്ട് വെള്ളം വേണമെന്ന് പറയുന്നു, വെള്ളം കുടിക്കുന്നു. കൃത്യമായിട്ട് അവിടുന്ന് ചോദ്യം ചെയ്ത യുവാക്കൾക്കെല്ലാം മറുപടി കൊടുത്തതിന് ശേഷം എന്നിട്ട് മൂപ്പറതിന് തയ്യാറായിട്ടില്ല. നിങ്ങൾ ആലിമീങ്ങളെ സമീപിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തങ്ങളെയും മുഹമ്മദായ തങ്ങളെയൊക്കെ സമീപിച്ചതും ജുമാക്ക് വേണ്ടി അവർ സമ്മതിച്ചതും മുഹമ്മദായ തങ്ങൾ തങ്ങളവളിലേക്ക് വന്നതും. എന്നിട്ട് മുഹമ്മദായ തങ്ങളും അവിടെയുണ്ടായ അദബുകൾ ശ്രദ്ധിക്കണം. ഞാൻ ജുമാ നിർത്താനാണ് വന്നത് എന്നുള്ള പ്രഖ്യാപിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഖാദിയാറെ സദസ്സിലേക്ക് വിളിപ്പിക്കുകയാണ്. അദബുകേടായിട്ടല്ല, മറിച്ച് നാട്ടിലെ ഖാദിയാരുടെ സാന്നിധ്യത്തിലാവട്ടെ ജുമാ തുടങ്ങുക എന്നുള്ളതിലേക്ക് തങ്ങളെ പള്ളിയിലേക്ക് വിളിക്കുന്നു, ക്ഷണിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഖാദിയാരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് എളാപ്പ അന്ന് മുത്തലാപ്പ ഉണ്ടായിട്ടില്ല, മറിച്ച് ഉപ്പാൻ ഉമ്മാക്ക് നല്ല രോഗം ബാധിച്ചുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ലജ്ജയില്ല. ഏത് വിഷയങ്ങളും ആവശ്യത്തിന് അറിവുള്ളത് നന്നായി പറയുകയും അറിവ് ഇല്ല എന്ന് മാത്രം അറിവില്ലാത്തതല്ല സൂക്ഷ്മത പാലിക്കേണ്ടത് മറ്റ് പണ്ഡിതന്മാരോട് ആലോചിച്ച് അവരുടെ സാന്നിധ്യത്തിൽ ആ ഫത്വകൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു മാതൃക കാട്ടിയ ഒരു മഹാനായ പണ്ഡിതനാണ് നാം സ്മരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഖാദി. അല്ലാഹു തആല അവർക്ക് നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനവരുടെ നേതൃത്വം അവസാനിക്കുന്ന ആ പ്രായം ചെന്ന സന്ദർഭത്തിൽ മറ്റൊരു സയ്യിദിന്റെ സേവനമാണ് നമ്മുടെ നാട്ടിന് നുകരാനും ആസ്വദിക്കാൻ സാധിച്ചത്. അന്നുവരെ പുളിങ്ങോത്ത് മുദരീസായി സേവനമനുഷ്ഠിച്ച വന്ദിനായ ജ്യേഷ്ഠൻ ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫ അവരെ കണ്ടവരും ആസ്വദിച്ചവരുമാണ് ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരും എല്ലാവരും. മഹാനവറുകൾ ഏലമ്പാടി ദർസ് കഴിഞ്ഞു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ഇടവേളയില്ല, അടുത്ത് പുളിങ്ങോത്തേക്കാണെന്ന് തോന്നുന്നു. 7 വർഷക്കാലത്തോളം പുളിങ്ങോത്ത് ദർസ് കടന്ന കാലത്തിലാണ് നമ്മുടെ മാട്ടൂലിൽ SSFന്റെയും SVSന്റെയും മറ്റു സുന്നത്ത് ജമാഅത്തിന്റെയും അതേപോലെ തന്നെ പൗരപ്രമുഖരുടെയൊക്കെ സാന്നിധ്യത്തിലുണ്ടായ ഒരു മഹത്തായ സുന്നി സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ മൻഷൂർ തസ്കിയക്ക് വേണ്ടി ബീജാവാഹം പാടണം. അങ്ങനെ ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫ നമ്മുടെ മാട്ടൂലിലേക്ക് കടന്നു വരികയും നാട്ടുകാരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സഹസ്രം സ്വാഗതം ചെയ്യും. അങ്ങനെ എല്ലാവിധ അധ്യക്ഷ സ്ഥാനവും അന്ന് ബഹുമാനപ്പെട്ട അമ്മോഷനായ നമ്മുടെ ബഹുമാനപ്പെട്ട ഖാദിയാർക്ക് കുറച്ച് പ്രായവും വയസ്സുമായി യുവത്വത്തെ പോലെ പ്രവർത്തിക്കേണ്ട സമയവുമില്ല. പുതിയാപ്പളയുണ്ടല്ലോ എന്ന് പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ പലതും ഓർത്തു പോകുകയാണ്. ഉദ്ഘാടനത്തിന് മറ്റൊക്കെ വരുന്ന സന്ദർഭത്തിൽ അത് പുതിയാപ്പളയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചും ഒരുപാട് സന്ദർഭങ്ങളും മേഖലകളൊക്കെ ഉണ്ട്. ക്രമേണ ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫ സമ്പൂർണമായും നമ്മുടെ നാട്ടിന്റെ നേതൃത്വം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് സമ്പന്നരുണ്ട്, ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, ഒരുപാട് വിദേശ പ്രമുഖരുണ്ട്. അതേപോലെ തന്നെ ഭൗതിക സമ്പത്തും ഡോക്ടർമാരും എഞ്ചിനീയറും എല്ലാം ഉണ്ട്. അവർക്കൊന്നും നേടിത്തരാൻ സാധിക്കാത്ത ഒരു മഹത്തായ അസ്തിത്വമാണ് ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫ നമ്മുടെ നാട്ടിന് വേണ്ടി സമർപ്പിച്ചത് മൻഷൂർ തസ്കിയത്തുസ് സുന്നിയ. അങ്കുലി പരിമിതമായ വിദ്യാർത്ഥികളെ കൊണ്ട് മഴുതൻ മദ്രസയിൽ തുടങ്ങി അവിടുന്ന് അങ്ങോട്ടുണ്ടായ പ്രതികൂല സാഹചര്യങ്ങൾ എന്നെക്കാൾ നിങ്ങൾക്കറിയാം. രാഷ്ട്രീയ പ്രതികൂലങ്ങളും സാമ്പത്തിക പ്രതികൂലങ്ങളും അതോടനുബന്ധിച്ച് അന്നേരത്തെ വർത്തമാനകാല ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ സുസ്മേരവദനായി ചിരിച്ചു പുഞ്ചിരിച്ചോടുകൂടിയിട്ടായിരുന്നു. ചീത്ത വിളിക്കലോ അതല്ലെങ്കിൽ ഇങ്ങോട്ട് ഏത് രൂപത്തിലാണോ പെരുമാറിയത് അതേ രൂപത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കുന്ന സ്വഭാവമില്ലാതെ ഒരുപക്ഷെ ഒരത്തീവ്രതവാദിയായ ഞാൻ തന്നെ ഒരു സമാധാന പ്രേമിയെ പോലെ പ്രസംഗിക്കാൻ പോലും പഠിച്ചത് വന്ദനായ ജ്യേഷ്ഠന്റെ നിയന്ത്രണമായിരുന്നു. ചില പ്രസംഗങ്ങളിലേക്ക് തീപ്പൊരി പാർന്ന സന്ദർഭത്തിൽ വിളിച്ചു പറയും, ഈ ശൈലി ശരിയല്ല, ഇതുകൊണ്ടൊന്നും നാട് എന്നാവൂല, നിന്റെ വികാരം തീർത്തുന്നു മാത്രമേ ഉള്ളൂ.
ചില ദർസുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് വിദ്വേഷം കൊണ്ട് രാജിക്കത്ത് ഞാൻ ഒരു ദർസിൽ വെച്ച് ദേഷ്യം പിടിച്ച് കമ്മിറ്റിക്കാരുടെ ചില പെരുമാറ്റത്തിൽ ദേഷ്യം പിടിച്ച് രാജിക്കത്ത് എഴുതി കൈശയിൽ വെച്ചു വെറുതെ ഒന്ന് ജ്യേഷ്ഠനോട് മുഷാവറ ചെയ്യാന്ന് കരുതിയ അങ്ങനെ മാട്ടിലേക്ക് വരുന്ന വഴിക്ക് സംബന്ധിച്ചിട്ട് പയ്യന്നൂർ ഏതോ ഒരു വിഷയത്തിന് വേണ്ടി ജ്യേഷ്ഠൻ പോകുന്നു. ഞാൻ പറഞ്ഞ അർജന്റ് വിഷയത്തിന് കാണാൻ വന്നതാണ്. എന്നെ മാനസികമായി വളരെ വേദനിപ്പിച്ച് വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജിക്കത്ത് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ജ്യേഷ്ഠനോട് ചോദിച്ചു കൊടുക്കാന്നുള്ള ആൾക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരൊറ്റ നോട്ടം. പൊതുവെ കുഞ്ഞിനെ വിളിക്കുന്നു, എടാന്ന് നീയൊന്നും വിളിക്കാറില്ല. നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞ് എൻ്റെ അഞ്ചനാണെങ്കിൽ കത്ത് കൊടുക്കരുത്. ഞാൻ ആകെ കുടുങ്ങി ചോദിക്കണ്ടില്ലെന്ന് വിചാരിച്ചു. അത്രയും ആത്മാഭിമാനം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റിക്കാരുടെ ദേഷ്യം കൊണ്ട് രാജിക്കത്ത് കൊടുക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് മുഷാവറ ചെയ്യാലോ, എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല, അത് പറയണ്ടെന്ന് പേടിച്ചിട്ട് ചോദിക്കാൻ വന്ന് കുഞ്ഞ് എൻ്റെ അഞ്ചനാണെങ്കിൽ കത്ത് കൊടുക്കാൻ പറ്റരുത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഒക്കെ പ്രശ്നം ഉണ്ടായിക്കോളൂ, ചടന്നോളി. തങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു ചാടാല്ല, കുറേ ക്ഷമ വേണം. നിങ്ങളിപ്പോൾ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ ദുർസൂട്ടി എന്ന് വരാം. മനുഷ്യയിലേക്ക് ഞാൻ തന്നെ ക്ഷണിച്ചൊന്നും വരാം. കുട്ടികളുടെ ദർസ് എനിക്കും ആവശ്യമുണ്ട്. പക്ഷേ ഒരു നാട്ടിൽ ദർസ് നടക്കുന്നതിൻ്റെ മധ്യത്തിൽ ഒരു മുദരിസ് പിരിഞ്ഞാൽ സ്വാഭാവികമായി അവിടെ പാർട്ടി രണ്ടാകും. പാർട്ടി രണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ 10 കൊല്ലം ശ്രമിച്ചാലും ആ പാർട്ടി നിങ്ങൾക്ക് ഒന്നിച്ചു കൂടാൻ പറ്റില്ല. അത് കൂടാമത്ത മുറിയായ ആ നാട്ടിൽ 2 പാർട്ടിക്കാരായി എന്നും തുടരുക തന്നെ ചെയ്യും. ഒരു നാട്ടിൽ ഫിത്തിന ഫസാദ് ഉണ്ടാക്കുക എന്നുള്ള നമ്മളെ പാരമ്പര്യമല്ല, പ്രത്യേകിച്ച് നമ്മളിപ്പമാരെ പാരമ്പര്യമല്ല. അതുകൊണ്ട് വ്യക്തിപരമായി എത്ര തന്നെ വിഷമിച്ചാലും തിരക്കുകളില്ല, താണ് പാതാളത്തോട് താണാൻ തിരക്കുകളില്ല. ഒരു നാട്ടിന്റെ വിഭജനം, ഒരു നാട്ടിന്റെ ഫിത്തിന ഫസാദ് ഒഴിവാക്കാൻ വേണ്ടി അങ്ങടെ അഭിമാനം പൊളിഞ്ഞാലും തിരക്കുകളില്ല, അവിടെ നിന്നുകൊള്ളുക. വീണ്ടും പറഞ്ഞു കുഞ്ഞെൻ്റെ അഞ്ചനാണെങ്കിലാണ് രാജിവെക്കാൻ പാടില്ല. ഞാൻ കടലിനെയും ചെയ്ത്താൻ്റെ അടിയില്ല, എന്താ വേണ്ടും തിരിയുന്നില്ല. എൻ്റെ ഉസ്താദ് കുറച്ച് സ്ട്രോങ് ആണ്, പെട്ടെന്ന് വിട്ടിക്കൊന്നൊക്കെ പറയും. പക്ഷെ ജ്യേഷ്ഠ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട MA ഉസ്താദും അതേപോലെ തന്നെ കൊട്ടൂർ ഉസ്താദും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ധിക്കരിക്കാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാ ആ ഉപദേശം ഞാൻ ഇന്നും ആസ്വദിക്കുകയാണ്. ഇന്നും ആ നാട്ടിൽ ഈ കഴിഞ്ഞ ആഴ്ച വരെ അവിടെ നടക്കുന്ന നാട്ടിന്റെ അപാലവൃതം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹത്തായ വേദിയിൽ ഉദ്ഘാടനത്തിന് വേണ്ടി വിധിനായി എന്നെ ക്ഷണിച്ചു. എന്നെ ക്ഷണിച്ചതിന്റെ പേരിൽ പറയുന്നില്ല. ആ നാട്ടുകാർ എനിക്ക് ഭക്ഷണം 7 വർഷങ്ങളോളം ഭക്ഷണം നമ്മമാരും ഉപ്പമാരും വളരെയധികം സ്നേഹിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. നേരത്തെ ഞാൻ രാജിവെച്ചു വന്നിരുന്നുവെങ്കിൽ ഈ സ്നേഹം പങ്കിടാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല ആ നാടിന്ന് 2ആയി കിടക്കുമായിരുന്നു. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഇതേ വേദിയിൽ ഇവിടെ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ അല്പം സ്ട്രോങ് ആയിപ്പോയി, കുറച്ച് വർഗീയ കുത്തികൾ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അതേ ഹൈദ്രൂസിന്റെ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞു ഇനി മേലാൽ ഇങ്ങനെ പറയരുത്. പറയാൻ വികാരം ഉണ്ടാവും, പക്ഷെ പറഞ്ഞിട്ട് തീ പാറിക്കഴിഞ്ഞാൽ അത് വെള്ളമൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയൂല തയ്യബേ, അതുകൊണ്ട് ഇത്ര സ്ട്രോങ് ആക്കണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ അല്ലാഹുവിന്റെ മഹൽ ഫളൽ കൊണ്ട് വ്യക്തിപരമായും അതേപോലെ തന്നെ ആഭ്യന്തരമായും സാമൂഹികപരമായ കാര്യങ്ങൾ വീക്ഷിക്കുകയും കൃത്യമായ രൂപത്തിൽ നേതൃത്വം നൽകാൻ വരുന്ന ആ ചിരി മാത്രമാണ് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തി വർഷങ്ങളോളം ലക്ഷങ്ങൾ ചെലവഴിച്ച ശത്രുക്കൾ പോലും വളരെ വിനയത്തോടുകൂടി അവിടത്തോട് മാപ്പ് പറഞ്ഞ് 10,000 മനുഷ്യന് വേണ്ടി എണ്ണിക്കൊടുത്ത് മാപ്പ് പറഞ്ഞ സംഭവം, മാപ്പ് പറയപ്പെട്ട ജ്യേഷ്ഠൻ മരിച്ചാലും മാപ്പ് പറഞ്ഞ ആ മഹൽ വ്യക്തികൾ പൗരപ്രമാണികൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ ബഹുമാനപ്പെട്ട ലിയാൽ മുസ്ലിം ബഹുമാനപ്പെട്ട മൻഷൂത്ത് സുന്നിയ അൽഹംദുലില്ലാ നല്ല നിലക്ക് അല്ലാഹു തആല നിലനിർത്തുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഉന്നതമായ ദർസും ഒരു ബിരുദം കൊടുക്കുന്ന, ഒരു മുത്തവൽ കോഴ്സിന് ബിരുദം കൊടുക്കുന്ന ഒരു ദർസ് നിലനിർത്തുക. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹുമൈദി ബിരുദം എന്നുള്ള ബിരുദം. പലരും മനസ്സിലാക്കിയത് കോയമ്മ എന്നുള്ളതിനെ തസ്വീറാക്കിയിട്ട് ഹുമൈദി ആക്കില്ല. അപ്പൊ ഞാനും ചോദിച്ചത് കാക്കാന്റെ പേര് സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് അന്ന് കുഞ്ഞ് അങ്ങനെ പറഞ്ഞു. ഞാനൊക്കെ കേട്ടോണ്ടോ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി. ഞാനന്ന് അങ്ങനൊന്നും അല്ല തൊയ്യബേ, ഞാൻ നിങ്ങളെ കോട്ടൂർ സ്ഥലത്തും മറ്റൊക്കെ വന്നു, നല്ലൊരു ബിരുദത്തിന് പേര് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇപ്പൊ തങ്ങളല്ലേ നല്ലത് എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് തന്നെ ഏൽപ്പിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കുറെ ചിന്തിച്ച് ആലോചിച്ച് ഞാൻ ബുഖാരി തുറന്നപ്പോ ഇമാം ബുഖാരിയുടെ 1ാമത്തെ ശൈഖുൽ ഇമാം ഹുമൈദി എന്ന് കേട്ടോ. അപ്പൊ അതങ്ങ് ഇടാന്ന് കരുതി അങ്ങനെ എന്നെ തന്നെ കോട്ടൂർ സ്ഥാനത്തേക്ക് പറഞ്ഞു വെച്ചു. ഇവിടെ പറകന്ന അങ്ങനെയാണ് ഹുമൈദി ബിരുദ പേരിട്ട്. അല്ലാണ്ട് ആമിർ കോയമ്പത്തങ്ങളെ കുറിച്ച് ഹുമൈദി ആക്കിയതൊന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ ആ ലിയാൽ മുസ്തഫയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിറാജ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ 100കണക്കിന് വിദ്യാർത്ഥികൾ നല്ല നിലക്കുള്ള അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ വാർഷിക പരിപാടിയാണ്
ബഹുമാനപ്പെട്ട ഖലീൽ ഞങ്ങൾ എല്ലാ അറബി മാസവും 17-ന് മൻഷ ദർസിൽ വെച്ച് ബഹുമാനപ്പെട്ട സിറാജ് ഹുസൈൻ പല അതിഥികളെയും വിരുന്നുകാരെയും ആലിമീങ്ങളെയും ക്ഷണിക്കാറുണ്ട്. 313 യാസീൻ, 313 ഫാത്തിഹ, 313 ഇഖ്ലാസ്, അസ്മാഉൽ ബദർ, തവസ്സുൽ ബൈത്തി എന്നിവ ചൊല്ലി 313 മജ്ലിസിന്റെ വാർഷിക സദസ്സ് ഇൻഷാ അല്ലാഹ് മാർച്ച് 25, മാർച്ച് 19 ബുധനാഴ്ച അസറിന് ശേഷം ജാറമ്പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ അതിന്റെ സെക്രട്ടറിയുടെ പേരിലൊക്കെ പ്രത്യേകം ദുആ നടത്തും. അപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ലിയാൽ മുസ്തഫ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ സർവസ്വം സമർപ്പിച്ച ബഹുമാനപ്പെട്ട ശ്രീ ഉസ്താദിന്റെ ജീവിതം സമർപ്പിച്ച മുജമ്മഇന്റെ 25-ാം വാർഷിക മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് ജനുവരി 25-ന് ബഹുമാനപ്പെട്ട സി സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ആ വിഷയത്തിലേക്കും ഔപചാരികമായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കുറ്റമ്പാറ ഉസ്താദ് സ്ഥലത്തെത്തിയോട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ വിജയിപ്പിച്ചു വരുമാറാവട്ടെ. ഈ ഭാഗങ്ങളിലേക്ക് എവിടെ വന്നാലും ഈ രണ്ട് വിഷയവും ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് സാസിനോട് പറഞ്ഞ് ക്ഷണിക്കണമെന്നുകൂടി വിനയത്തോട് അപേക്ഷിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. صدق الله العلي العظيم. ബഹുമാന്യരായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അബ്ദുള്ള അൽ ഹൈദറൂസി സയ്യിദ് അവർകൾ, ബഹുമാനപ്പെട്ട തയ്യിബ് തങ്ങളും, നാം എല്ലാവരും പ്രതീക്ഷിക്കുന്ന പ്രിയപ്പെട്ട കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരുടെ മദദും പ്രത്യേകിച്ച് സാദാത്തുക്കളുടെ പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആലുൻ നബി വദരിഅത്തി വഹുമു ഇലൈഹി വസീലത്തി നർജു ബിഹിം മുഅ്തഖദ ബിയദിൽ യമീൻ സഹീഫത്തി. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാന്മാരായ സാദാത്തുക്കളെ സംബന്ധിച്ച് പറഞ്ഞത്, അവർ നമ്മുടെ മധ്യവർത്തികളാണ്. അല്ലാഹുവിൽ നിന്ന് വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് മധ്യവർത്തികളായിട്ടുള്ളവർ നമ്മുടെ അടിസ്ഥാനം മഹാന്മാരായ സാദാത്തുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അറിയിക്കുകയുണ്ടായി, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വഇത്രത്തി. നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ ഉപേക്ഷിക്കുകയാണ്. അതിലൊന്ന് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്, മറ്റൊന്ന് എൻ്റെ സന്താന പരമ്പരകളാണ്. ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മിലേക്ക് വന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണ്ണനാണ്, എല്ലാം കൊണ്ടും സമ്പൂർണ്ണനാണ്. അതുകൊണ്ടാണ് തങ്ങൾക്ക് മാത്രമായി ഈ ലോകത്ത് അള്ളാഹുവിനെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്, എനിക്ക് നിന്നെ കാണണം എന്ന്. പക്ഷേ അള്ളാഹുവിന്റെ ലിഖാ അനുഭവിച്ച് ആസ്വദിച്ചവർ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾക്ക് ഏറ്റവും വലിയ പദവിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ
സാന്നിധ്യം ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ലോകത്തോട് പറയുവാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ തെളിവാണ് മഹാന്മാരായ ആലുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം. ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഇതൊരു ഐതിഹ്യമല്ല, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ലോകത്ത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറയുന്നു, ഞാൻ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. അത് മാത്രം കളവാവാൻ ഒരു മാർഗവുമില്ലല്ലോ. അങ്ങനെയുള്ള മഹാന്മാരായ സാദാത്തുക്കളെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. അവരുടെ ചരിത്രങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് അതിന് പ്രോത്സാഹനം കൊടുക്കണം. വദ്കുർ ഇസ്മാഈല വൽ-യസഅ വദൽ-കിഫിൽ കുല്ലും മിനൽ അഖ്യാർ ഹാദാ ദിക്ർ. മഹാന്മാരായ സാദാത്തുക്കളെയും പ്രവാചകന്മാരെയും ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയും അവരുടെ പ്രകീർത്തനങ്ങൾ പറയുകയും ചെയ്യുന്നത് അത് ദിക്റാണ്, അള്ളാഹുവിനുള്ള സ്മരണയാണ്, ദിക്റാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ആശംസ മാത്രം നടത്തുകയാണ്. മഹാന്മാരായ സാദാത്തുക്കളെ നാം ബഹുമാനിക്കുമ്പോൾ മഹാനായ അബ്ദുൽ ഖാദർ ഖാലി ഈ സയ്യിദ് അബ്ദുൽ ഖാദർ അൽ ഹൈദ്രോസി ഇവിടെ 18 വർഷം ഖാലിയായി സേവനം ചെയ്തു. മഹാനവറുകൾ ആനുകാലികമായ പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാനൊരു കാലത്ത് ഓർമ്മിക്കുകയാണ്, മാട്ടൂലിൽ തബ്ലീഗ് ജമാഅത്തിന്റെ ചില വേലിയേറ്റങ്ങൾക്ക് ഉള്ള ശ്രമമുണ്ടായി. അന്ന് മഹാനായ ഖാലി അവർകൾ പ്രശ്നങ്ങളിലൊന്നും ഇടപെടണ്ട എന്ന് മനസ്സിലാക്കി മാറി നിൽക്കാതെ മഹാനായ കൻസുൽ ഉലമ അടക്കമുള്ള വലിയ പണ്ഡിതന്മാർ പങ്കെടുത്ത സ്റ്റേജിൽ കയറി വന്ന് ഇവിടെയുള്ള തബ്ലീഗാരൊക്കെ അന്താളിച്ചു പോയി. തബ്ലീഗിന്റെ ഓരോ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി അവതരിപ്പിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിപരമായി തന്നെ ഞാൻ ആ പ്രസംഗം കേൾക്കാനുണ്ടായിരുന്നു. വളരെ ബൗദ്ധികമായി തന്നെ അവരുടെ വേഷവിധാനങ്ങളിലോ അവരുടെ സമീപനങ്ങളിലോ ഒരുപക്ഷെ നിങ്ങൾ വിനയം കണ്ടേക്കാം, ആ വേഷം നിങ്ങളെ ആകർഷിപ്പിച്ചേക്കാം. പക്ഷേ അവരുടെ വിശ്വാസം സാക്ഷാൽ വഹാബിസമാണ്, ചുപ്പാ വഹാബി, ഉള്ളിൽ വഹാബിസം ഒളിപ്പിച്ചു വെച്ചവരാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിനെ സമ്പൂർണമായും അങ്ങനെയുള്ള ബിദ്അത്തിന്റെ അധിനിവേശത്തിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ ഒരു യോദ്ധാവിനെ പോലെ തന്റെ കടമയാണെന്ന് മനസ്സിലാക്കി ബിദ്അത്തിനെതിരെ പോരാടിയ മഹാനാണ് മഹാനായ തങ്ങളവറുകൾ എന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. ഇവിടെ വൈജ്ഞാനികമായ വലിയ വെളിച്ചം നൽകുകയും നമുക്കെല്ലാവർക്കും വലിയ നേതൃത്വം നൽകുകയും അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ധീര പോരാളിയായി അതിന്റെ കാവൽഭടനായി ഇവിടെ പ്രവർത്തിക്കുകയും നമുക്കെല്ലാവർക്കും ആശ്വാസം പകരുകയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും സമീപിക്കുന്ന പലർക്കും വലിയ ആശ്വാസം പകരുകയും ചെയ്ത മഹാനായ തങ്ങളവറുകൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട വരാൻ പോകുന്ന പ്രഭാഷകരെല്ലാം നിങ്ങളോട് പറയും. അവരെ നാം പഠിക്കുകയും, ഇങ്ങനെ പഠിച്ചാൽ പോരാ, നന്നായി പഠിക്കണം, ചരിത്രം പഠിക്കണം. നന്നായി പഠിച്ച് ഇവിടെ ബുഖാരി സാദാത്തുക്കൾ ഇവിടെ എത്തിയത് എന്തിനാണ്? നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂരും തളിപ്പറമ്പും അതുപോലെ മാട്ടൂരിലും രാമന്തളിയിലുമെല്ലാം മഹാന്മാരായ സാദാത്തുക്കളുടെ പാദസ്പർശനമേറ്റിട്ടുണ്ട്. അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും ആ ഇസ്ലാമിന്റെ ശിയാറുകൾ, അതിന്റെ അടയാളങ്ങൾ നമുക്ക് അവിടെ പ്രശോഭിച്ച് കാണാൻ കഴിയുന്നുണ്ട് ഇന്നും. അതുകൊണ്ട് ദീൻ നമുക്ക് നൽകിയത് മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളാണ്.
അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അവർ ഇവിടെ കാണിച്ചു തന്ന മാതൃകകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ നാം പ്രചരിപ്പിക്കണം. അതും നാം അവരോട് ചെയ്യുന്ന കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഖൈറിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ സാദാത്യങ്ങളുടെ പൊരുത്തവും ഇഷ്ടവും നമുക്ക് അല്ലാഹു നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സയ്യിദ് അബ്ദുൽ ഖാദിർ ബായലവിൻ്റെ പേരിൽ നമ്മളൊരു ചാരിറ്റി പണ്ടേ തുടങ്ങി. ഏകദേശം 10-20 വർഷത്തോളായി. എത്രയോ പാവങ്ങൾക്കുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു വരികയാണ്. അതേപോലെ തന്നെ പെരുന്നാൾ കിറ്റ് ഇതുപോലത്തെ വിതരണം. ഇപ്പോൾ അയ്യങ്കേരി, അതായത് കർണാടക അയ്യങ്കേരിയിൽ ഒരു സ്ഥാപനം സയ്യിദ് അബ്ദുൽ ഖാദിർ ബായലവി അക്കാദമി മാട്ടൂൽ എന്ന് പേരിട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പാവപ്പെട്ട 10-20 പെൺകുട്ടികളും അതേപോലെ തന്നെ ആൺകുട്ടികളും അവിടെ പഠിക്കുന്നു. വളരെ പാവപ്പെട്ടവരാണ്, വാടക കെട്ടിടമാണ്. അതുപോലെ തന്നെ ആ ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മൂത്ത മകനും അവർ എൻജനും കൂടിയാണ് നടത്തുന്നത്. വലിയ വരുമാനമൊന്നുമില്ല, കാരണം ആ നാട്ടിൽ തന്നെ പാവപ്പെട്ടവരാണ്. അവർക്കൊരു നിർബന്ധമുണ്ട്, അവിടെ നിന്ന് പിരിക്കാൻ തന്നെ പാടില്ല എന്നാണ്. കാരണം അവിടെയുള്ള ചെലവിതായിപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് പിരിച്ചിട്ട് അവിടുത്തെ ആ കുട്ടികളെ നോക്കലാണ് ഇപ്പം നടത്തി വരുന്നത്. എന്നാലും മാസത്തിൽ ഏകദേശം 60,000 രൂപയോളം അതിന് നമ്മൾക്ക് ചെലവ് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ മാട്ടൂലിൻ്റെ ഒരു പേരാണ് 150 കിലോമീറ്റർ അപ്പുറമുള്ള ഈ ബായലവി ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് പേരുള്ള മാട്ടൂലിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഖാദിയും അതേപോലെ തന്നെ സയ്യിദ് അബ്ദുൽ ഖാദിർ ബായലവിയുടെ പേര് നമ്മുടെ നാട്ടിലെ ഖാദിയാണ്. നമ്മുടെ നാട്ടിൻ്റെ പേരും അവിടെ അറിയപ്പെട്ട ഒരു നിലക്ക് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിന് എത്രയോ അഭിമാനമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇതിലേക്ക് നിങ്ങൾ കാര്യമായിട്ടുള്ള സംഭാവനകൾ ചെയ്യണം. ഇതിൽ നിന്ന് വരുമാനങ്ങളെല്ലാം അതിനാണ് ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് 2 പദ്ധതിയാണ്. ഒന്ന് അതുള്ളൂ, ഒന്ന് റിസർച്ച് സെൻ്ററിൻ്റെ. അതുകൊണ്ട് കാര്യമായിട്ട് നിങ്ങളെല്ലാവരും ബക്കറ്റോ മറ്റോ വരുമ്പോൾ പരമാവധി സഹായിക്കുക. അതുപോലെ ഇൻഷാ അല്ലാഹ് കലണ്ടർ നിങ്ങൾക്ക് കൊണ്ടുതരും. അപ്പോൾ എന്താകണം, അത് കലണ്ടർ വാങ്ങിയിട്ട്, ഈ വർഷത്തെ കലണ്ടർ ഒറ്റ പേജേ ഉള്ളൂ, ആ കലണ്ടർ വാങ്ങിയിട്ട് നിങ്ങൾ കാര്യമായിട്ട് നല്ലോണം സഹായിക്കുക. അല്ലാഹു തആല എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലത്തെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇത് അബ്ദുൽ ജബ്ബാർ ഹാജിക്ക് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് നൽകിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ബായലവി അക്കാദമി കർണാടകയിലും മലയാളത്തിലും, അവിടെ കർണാടകക്കാർക്ക് വേണ്ടിയിട്ടുണ്ട്, ഒറ്റ പേജേ ഉള്ളൂ. എല്ലാ അറബിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും വലിയ ഡേറ്റ് ആയിട്ടുണ്ട്. ഒറ്റ പേജേ ഉള്ളൂ. ഇങ്ങനെ പേജ് മറിച്ചുകൊണ്ട് നിൽക്കേണ്ട. ഒരിക്കൽ ഇട്ടാൽ തന്നെ 6 മാസം കൂടും പേജ് മറിച്ചാൽ മതി. മറ്റുള്ള കലണ്ടർ ബാലവി ബാലവി അക്കാദമി കലണ്ടർ പ്രകാശം. ഉസ്താദോട് അഭിമുഖം സംസാരിക്കുന്നതായിരിക്കും. സയ്യിദ് അബ്ദുൽ ഖാദിർ ബാലവി ഖദ്ദസല്ലാഹു